ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനുണ്ടല്ലോ കഴിഞ്ഞ തവണ KCYM-ൻ്റെ ട്രിപ്പിൻ്റെ ലോങ് വീഡിയോ ഇട്ടതാ. പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇതാ ഇപ്പോഴാണ് അതും വീണ്ടും ഒരു KCYM-ൻ്റെ ട്രിപ്പിൻ്റെ തന്നെ. കഴിഞ്ഞ തവണ നമ്മൾ ഊട്ടിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ തവണ നമ്മൾ രാമക്കൽമേടാണ് കേട്ടോ പോയത്. പക്ഷേ അടിപൊളി ട്രിപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇടുക്കിയാണ് കേട്ടോ വരുന്ന സ്ഥലം. ഇവിടെ നമുക്ക് നല്ല തണവുണ്ട് കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ടിട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ഭംഗിയുള്ള സ്ഥലം. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ഇടുക്കിയില് ചെറുതോണി ഞാൻ ആദ്യമായിട്ട് വരുന്നത്. നീയോ? ചേച്ചി ഹായ് പറ. എനിക്ക് അവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തിലൊരു സ്ഥലമാണിത്. ഇവിടെ വെള്ളമൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ, നല്ല വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴൂട്ടാ, പക്ഷേ രസമായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇവിടെ ഫുള്ള് നനഞ്ഞൂട്ടാ. ഇല്ലേ? ഇല്ല, അറിയണില്ല. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? ഇന്റെ ഫോൺ എങ്ങനെയുണ്ടായിരുന്നു? ആൻലിയ പറയൂ, ആൻലിയ പറയൂ പറയൂ പറയൂ. വളരെ അടിപൊളിയായിരുന്നു. ടണൽ കാണാൻ പറ്റി. എനിക്കും അതെ. കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ടണലിന്റെ ഉൾഭാഗം എക്സ്പീരിയൻസ് ചെയ്യാൻ. പക്ഷെ വളരെ ഡെക്കാത്തോളി വളരെ വില കുറവിന് കിട്ടുമെന്നാണ് ജിയാക്കർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് എന്തോ സ്മാർട്ട് അല്ലേ? സ്റ്റൈല് നോക്കടി, നന്നായിട്ടുണ്ട്. അവിടെ നോക്കിയാൽ പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൊച്ചച്ഛനാണ് കേട്ടോ. അവിടെ ഉണ്ടല്ലോ 3 ചാമ്പയ്ക്കൊക്കെ 30 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയെ, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്തോരം ചാമ്പയ്ക്ക ഉണ്ടാവുമെന്നറിയോ. അപ്പം ഞങ്ങൾ അതിവിദഗ്ധമായ സംഭവങ്ങളൊന്നും മേടിച്ചില്ല ഗൈസ്. അയ്യോടി വയ്യാത്ത പോലെ ഉണ്ട് നമ്മളെ കാണുമ്പോൾ. അങ്ങനെ ഉച്ചയായപ്പോൾ, രാവിലത്തെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ചോറ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല ഇപ്പം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെന്താ, രാവിലെയും അതുപോലെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങി എണീറ്റതിൻ്റെ ക്ഷീണത്തിലേ വീഡിയോസ് ഒന്നും എടുക്കാൻ മടിയായി. പിന്നെ ഉണ്ടല്ലോ പുലർച്ചെ 3:30 കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ പുലർച്ചെ കളിക്കണതാണ്. നടക്ക്, ഏയ് മുന്നിൽ കയറി നടക്കല്ലേ മണ്ടത്തിയെ. കാറ്റാടിയുടെ എന്താടാ, നമ്മള് കാറ്റാടിയൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. കാറ്റാടി അവിടെ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ഞാൻ പറയണതൊന്നും കേട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാണ്. ഞാനവിടെ ചറവറാന്നിങ്ങനെ പറഞ്ഞു കുറേ ആൾക്കാരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു മൈക്ക് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് ജസ്റ്റ് ചോദിക്കാം. നീ നിൽക്കണം ആദ്യം അവൻ്റെ മൂട്ടി. ഇതുവരെ വന്നതിൽ നല്ല സ്ഥലമായിട്ട് തോന്നുന്നു. ഇനി നമുക്ക് ആൻലിയുടെ അനിയൻ്റെ അടുത്തേക്ക് പോവാം. പൊതുവേ ആണ് ഇൻട്രോവേർട്ട് ആണ്, അറിയില്ല. തൽപരകശിയല്ല, നമുക്ക് ചേഞ്ച് കൊടുക്കാം. അവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളുടെ അടുത്തേക്ക് വരും. പഴയ പോലെ അല്ല, താല്പര്യമില്ല. നമുക്ക് കുറച്ച് ടെക്കി ആയിട്ടുള്ള പക്ഷേ
ഞങ്ങളുണ്ടല്ലോ കാര്യമായിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റിൻ്റെ സൗണ്ട് മാത്രമാണ് എൻ്റെ വീഡിയോയിലുള്ളത്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഈ പ്ലേസ് വിസിറ്റ് ചെയ്തോളൂ എന്നൊക്കെയാണ് ഞാൻ അവിടെ പറയണത്. പക്ഷേ കാറ്റെല്ലാം കൊണ്ടുപോയി, അത് കാരണം ഒന്നും കേൾക്കണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ട്രക്കിങ് എൻ്റെ പൊന്നോ എന്ത് രസമായിരുന്നു എന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കെന്നല്ല എല്ലാവർക്കും ഒരുപോലെ, അതായത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായൊരു സംഭവമായിരുന്നു ട്രക്കിങ്. കുറേ ചിരിക്കാനും കുറേ നല്ല രസമായിരുന്നു എന്തെങ്കിലും. പിന്നെ അന്ന് നൈറ്റ് നമുക്ക് മന്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. DJ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ട്രിപ്പൊക്കെ അടിപൊളി അവസാനിച്ചു. അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരും നമ്മുടെ ചെറിയത്തെ ബസ്, ഞങ്ങൾ ചെറിയത്തെ ബസ്സിലാണ് കേട്ടോ വന്നത്, പറയാൻ മറന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തു.